സംസ്ഥാനത്ത് മികച്ച പോളിംഗ് ഉച്ചയായപ്പോഴേക്ക് 50% അടുക്കുന്നു. നഗര ഗ്രാമപ്രദേശങ്ങളിൽ ബൂത്തുകളിൽ നീണ്ട ക്യൂ. രാവിലെ പലയിടത്തും വോട്ടിംഗ് യന്ത്രം പണിമുടക്കി. ഫറോക്കിലും വടക്കാഞ്ചേരിയിലും പെരിന്തൽമണ്ണയിലും സംഘർഷം, കയ്യാങ്കളി. ജയമുറപ്പിച്ച പ്രതികരണവുമായി LDFും UDFും വികസനം തുടരാൻ ഇടതുപക്ഷം തന്നെ വരണമെന്ന് മുഖ്യമന്ത്രി. സീറ്റെണ്ണം 100 കടക്കുമെന്ന് ഉറച്ച പ്രതീക്ഷയോടെ സതീശനും KC വേണുഗോപാലും. പ്രതീക്ഷയോടെ UDF ക്യാമ്പ്. ഇതൊന്നുമല്ല, ആർക്കും ഭൂരിപക്ഷം ഉണ്ടാകില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ. BJP-യാകും നിർണായകമെന്നും സംസ്ഥാന പ്രസിഡന്റ്. LDFിനെ ജയിപ്പിക്കാൻ ജനക്കൂട്ടം ബൂത്തുകളിലേക്ക് ഒഴുകുകയാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. സർക്കാരിന് കോട്ടങ്ങളും ഉണ്ടായെന്ന് സമ്മതം. തിരുത്തുമെന്നും ബേബി. ചരിത്ര മുന്നേറ്റമായിരിക്കുമെന്ന് MV ഗോവിന്ദൻ. തുടർഭരണം ഉറപ്പെന്ന് A വിജയരാഘവൻ. ജോസ് കെ മാണിക്കും ഭരണ തുടർച്ച ഉറപ്പ്. 100 സീറ്റിൽ കുറഞ്ഞൊരു പ്രതീക്ഷയില്ലെന്ന് K മുരളീധരൻ. കേരളീയർ പിണറായി വിജയന് ഗുഡ് ബൈ പറയുന്ന ദിവസമാണിന്നെന്ന് രമേശ് ചെന്നിത്തല. LDF ഹോർഡിങ്ങുകൾ UDF ജയം എളുപ്പമാക്കിയെന്ന് ഷാഫി. ലീഗിന് ഇതുവരെ കിട്ടാത്ത സീറ്റുകളും കിട്ടുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. റെക്കോർഡ് ഭൂരിപക്ഷം കിട്ടുമെന്ന് സാദിഖ് അലി തങ്ങൾ. ബൂത്തുകളിലെ തിരക്ക് UDF തരംഗത്തിന്റെ സൂചനയെന്ന് ഫാത്തിമ തഹ്ലിയ. ഫലം വരുമ്പോൾ സർപ്രൈസുകൾ ഉണ്ടാകുമെന്ന് സുരേഷ് ഗോപി. BJP കേരളത്തിലെ പ്രധാന ഘടകമായി മാറും. ജനങ്ങളോട് ഇടതുപക്ഷം ചെയ്ത ദ്രോഹത്തിന് ചോദിക്കാൻ ആളുണ്ടാകും. ശോഭാ സുരേന്ദ്രൻ ജയിച്ചാലും കോടതി കയറിയിറങ്ങാനുള്ള തുണ്ടിറക്കിയതാണെന്നും സുരേഷ് ഗോപിയുടെ പരിഹാസം. വോട്ട് ചെയ്യാനെത്തിയപ്പോഴും വർഗീയത വിടാതെ B ഗോപാലകൃഷ്ണൻ. പരാമർശം മുസ്ലിം ലീഗിൽ ചേർന്ന സോപാന സംഗീതജ്ഞൻ ഞരളത്ത് ഹരിഗോവിന്ദനെതിരെ. ഹരിഗോവിന്ദൻ സോപാന സംഗീതം നിർത്തി വാങ്ക് വിളിക്കാൻ പോകട്ടെ എന്ന് ഗോപാലകൃഷ്ണൻ. ശോഭാ സുരേന്ദ്രനെ കടന്നാക്രമിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ. പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മാവിനും തടുക്കാനാവില്ല. ശോഭ കേരള രാഷ്ട്രീയത്തിന് അപമാനം. പണം കൊടുത്ത സ്ത്രീയെ അറസ്റ്റ് ചെയ്യണമെന്നും ശോഭയെ അയോഗ്യയാക്കണമെന്നും ഉണ്ണിത്താൻ. AI വീഡിയോ ആണോ എന്ന് പരിശോധിക്കണമെന്ന് ശോഭാ സുരേന്ദ്രൻ. ശോഭയെ ഒതുക്കാൻ തുണ്ടിറക്കിയതാണെന്ന് സുരേഷ് ഗോപി. ജനനന്മയ്ക്കായി വോട്ട് ചെയ്തെന്ന് കർദിനാൾ ബസേലിയോസ് ക്ലെമിസ് കാതോലിക്ക ബാവ. എല്ലാവരും വോട്ടിടേണ്ടത് നാടിന്റെ വളർച്ചയ്ക്കാവണം. FCRA ഭേദഗതി വിവാദത്തിൽ പ്രതികരണമില്ല. നാടിന് നന്മ ചെയ്യുന്നവരെ തിരഞ്ഞെടുക്കണമെന്ന് താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയിൽ. ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കാതെ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ. ഭരണത്തുടർച്ച വേണോ വേണ്ടയോ എന്ന അഭിപ്രായം പറയുന്നില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. ജനം തീരുമാനിക്കട്ടെ. എന്തെങ്കിലും തരംഗമുണ്ടായിട്ടുണ്ടോ എന്ന് പറയാറായിട്ടില്ലെന്നും സുകുമാരൻ നായർ. കേരളത്തിലെ കന്നി വോട്ടിൽ സന്തോഷമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. എല്ലാവരും വോട്ട് ചെയ്യണമെന്ന ആഹ്വാനം. ഗവർണർ വോട്ട് ചെയ്തത് തിരുവനന്തപുരം ജവഹർ നഗറിലെ 112 ബൂത്തിൽ. പൂജപ്പുര മുടവൻമുകൾ സ്കൂളിൽ സമ്മതിദാനം വിനിയോഗിച്ച് മോഹൻലാൽ. സന്ദർശിച്ച് ശബരിനാഥും V ശിവൻകുട്ടിയും. കൊച്ചിയിൽ വോട്ട് ചെയ്ത് മമ്മൂട്ടി. വോട്ട് ചെയ്യാൻ എല്ലാവരോടും ആഹ്വാനം. നടൻ പൃഥ്വിരാജ് ഭാര്യ സുപ്രിയയ്ക്കൊപ്പമെത്തി കൊച്ചിയിൽ വോട്ട് ചെയ്തു. തിരുവനന്തപുരത്ത് വോട്ടിട്ട് നടി അഹാന കൃഷ്ണകുമാർ. തൊടുപുഴയിൽ വോട്ട് ചെയ്ത് ആസിഫ് അലി. താൻ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയം വിജയിക്കുമെന്ന് നിഷാന്ത് സാഗർ. കുടുംബസമേതം വോട്ടിട്ട് ഇലക്ഷൻ അംബാസിഡർ ടൊവിനോ തോമസ്. ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും സ്ട്രെയിറ്റ് ആയാൽ മതിയെന്ന് കുഞ്ചാക്കോ ബോബൻ. പശ്ചിമേഷ്യയിലെ വെടിനിർത്തൽ പാളി. പ്രഖ്യാപനം കഴിഞ്ഞ് 24 മണിക്കൂറിനകം വീണ്ടും സംഘർഷം. ഇറാൻ ഹോർമുസ് അടച്ചു. ഇതുവരെ കാണാത്ത ആക്രമണം കാണാമെന്ന് ഇറാനോട് ട്രംപ്. വെടിനിർത്തൽ ലക്ഷ്യത്തിലെത്താനുള്ള ഒരു ഇടത്താവളം മാത്രമെന്ന് നെതന്യാഹു.